കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. RRT അംഗത്തിന് പരിക്കേറ്റ കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. രാജേഷ്, ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലവിൽ ഈ ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതുപോലെ തന്നെ കടുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഭദ്ര, ഒരു 20 മിനിറ്റ് മുന്നേ ആയിരുന്നു പഞ്ചാരക്കൊല്ലി താരാട്ട് ഭാഗത്തു നിന്നും ഇന്നൊരു കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടാവുന്നത്. ഈ RRT സംഘം, ഈ ദൗത്യ സംഘത്തിലെ ഒരു അംഗമായ ഈ ഒരു ജയസൂര്യക്കാണ് ഇതുപോലെ ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരു പരിക്ക് പറ്റുന്നത്. ഇത് തൊട്ടു പിന്നാലെ റേഞ്ച് ഓഫീസറായ അജിത് കുമാർ പറഞ്ഞനുസരിച്ച് ഒരു 20 മിനിറ്റ് മുന്നേ ആയിരുന്നു ബേസ് ക്യാമ്പിലേക്ക് ഇതുപോലൊരു ഇൻഫർമേഷൻ വരുന്നത്. കടുവ വീണ്ടും ഒരു സംഘത്തെ, ഈ ദൗത്യ സംഘത്തിലെ ഒരു പ്രധാന ഒരു അംഗത്തെ ആക്രമിച്ചിരിക്കുന്നു. ഈ സംഘത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പരിക്കിന്റെ കാര്യം ഇതുവരെ വനംവകുപ്പ് പരിക്ക് എത്രത്തോളം ഗുരുതരമാണോ അത് എങ്ങനെയാണെന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ദൗത്യ സംഘം ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്തു നിന്നും 1 കിലോമീറ്റർ അകലെയാണ് വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ കടുവ ഒരു നരഭോജി കടുവ തന്നെയാണെന്നൊരു സ്ഥിരീകരണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ഇത് ഉടനടി കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് പിന്നാലെ മറ്റൊരു ആക്രമണം കൂടി ഈ കടുവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഉടനടി കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഈ ആക്രമിക്കപ്പെട്ട ഈ അംഗത്തിന്, RRT സംഘത്തിന് എത്രയും പെട്ടെന്ന് തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയായിരുന്നു 10 അംഗ സംഘമുള്ള 10 ടീമിനായി ഈ കാട്ടിലെ ദൗത്യ സംഘത്തിനായി ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്തേക്ക് വിന്യസിച്ചിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഘത്തെയാണ് ജയസൂര്യ എന്നാണ് ആ സംഘത്തിന്റെ പേര്. ഈ പരിക്കിനെ പറ്റിയിട്ടോ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടോ എന്തായാലും വനംവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി ഈ വ്യക്തിയെ ഈ കാട്ടിനുള്ളിൽ നിന്ന് ഇറക്കി വീണ്ടും ഒരു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കടുവ വീണ്ടും കാട് കയറിയിട്ടില്ല എന്നൊരു വസ്തുതയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഡെർമഡ്രോൺ ഉപയോഗിച്ചുള്ള അടക്കമുള്ള വ്യാപക തിരച്ചിലാണ് ഇന്ന് കാട്ടിൽ നടത്തുന്നത്. അതിൽ പ്രധാനമായി 10 അംഗ സംഘം 10 ടീമുകളായി കാട്ടിൽ വിന്യസിച്ചിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു അംഗത്തിനെയാണ് ഇപ്പോൾ കടുവ ആക്രമിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ വനംവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ, ഈ RRT സംഘത്തിലെ ജയസൂര്യ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളായി ഇപ്പോൾ പുരോഗമിക്കുക. അതേസമയം തന്നെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അത് ഊർജിതമാക്കാനായിരിക്കും ഇനി വനംവകുപ്പിന്റെ തുടർ നടപടി. തൊട്ടു പിന്നാലെ വനംവകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രൻ തൊട്ടു പിന്നാലെ ഇന്ന് 11 മണിയോടെ അല്പസമയത്തിനകം ഒരു ഉന്നതതല യോഗം വയനാട്ടിൽ ചേരും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും അല്ലെങ്കിൽ ഇനിയൊരു ഇര ആവർത്തിക്കാതിരിക്കാനുള്ള വിവിധ നടപടിക്രമങ്ങളും ഇന്ന് ചെയ്യുന്ന ഒരു പ്രധാന യോഗത്തിൽ ചേരും. ഇതിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും പോലീസും ജനപ്രതിനിധികളും മറ്റു നാട്ടുകാരെല്ലാം ചേർന്നുള്ള ഒരു സംയുക്ത യോഗം ഇന്ന് 11 മണിയോടെ അല്ലെങ്കിൽ അല്പസമയത്തോടെ വയനാട്ടിൽ ചേരും. തുടർന്നായിരിക്കും ഈ വന്യജീവി ആക്രമണത്തിൽ വയനാട് ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നൊരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും. തൊട്ടു പിന്നാലെയായിരിക്കും ഇനി മറ്റൊരു ഇര ആവർത്തിക്കാതിരിക്കാനുള്ള തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും വയനാട്ടിൽ വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നിലവിൽ വയനാട് സംബന്ധിച്ചുള്ള പുറത്തു വരുന്നത്. RRT സംഘമായ ജയസൂര്യക്ക് നേരെയാണ് ഇതുപോലെ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും പരിക്കിനെ പറ്റിയിട്ടോ മറ്റു വിശദാംശങ്ങളോ ഇത് വനംവകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറിൽ ഈ പരിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ദൗത്യ സംഘം ഇനി തുടർ നടപടി എന്നുള്ള കാര്യമെല്ലാം വനംവകുപ്പ് വരും മണിക്കൂറിൽ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമെല്ലാം ഈ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ദൗത്യം ഇനി വീണ്ടും ഊർജിതമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വനംവകുപ്പ്. ഭദ്ര. രാജേഷ്, എന്തായാലും ഈ മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ കടുവയുണ്ടോ എന്ന രീതിയിലൊക്കെ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട്? കാരണം ഈ കൊച്ചിയിൽ നിന്നൊക്കെ ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഈ തെർമൽ ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമാക്കിയിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് നിലവിൽ എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? ഭദ്ര, കൊച്ചിയിൽ നിന്നുള്ള സംഘം തെർമൽ ക്യാമറകൾ ഉപയോഗിച്ച് വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അത് പ്രധാനമായി ഈ ദൗത്യ സംഘത്തിലെ ഒരു സഹായകരമാകുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കാടിറങ്ങി നാട്ടിലേക്ക്
ജനമേഖലയിലേക്ക് ഇറങ്ങിയ കടുവ വീണ്ടും മറ്റൊരു ഇരയെ കൂടി ആക്രമിച്ച വിവരമാണ് ഇപ്പോൾ നിലവിൽ വയനാട് സംബന്ധിച്ചോളം പുറത്തു വരുന്നത്. എന്തായാലും ഈ കടുവ ഒരു നരഭോജി തന്നെയാണെന്ന ഒരു സ്ഥിരീകരണമാണ് വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും തുടരെയുള്ള ആക്രമണം ബന്ധപ്പെട്ട് വനവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇന്നത്തോടെ ഒരു ഈ നരഭോജിയെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അതിന്റെ ഊർജിതമാക്കാനുള്ള ഒരുങ്ങുകയാണ് എന്തായാലും വനവകുപ്പ്. ഇന്ന് ധർമ്മ ഡ്രോൺ ഉപയോഗിച്ചുള്ള അടക്കമുള്ള തെരച്ചിൽ വ്യാപകമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ വനവകുപ്പ്. എന്തായാലും വിവിധ സാങ്കേതിക വിദ്യയും അരുൺ സക്രിയ നേതൃത്വത്തിലുള്ള സംഘമെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഊർജിതമാക്കാൻ തന്നെ 10 അംഗ സംഘമുള്ള RRT ടീം 10 ടീമുകളെ തിരിഞ്ഞ് വനമേഖലയിൽ ഈ പഞ്ചാരക്കൊല്ലി പരിസര മേഖലയിൽ തന്നെയാണ് തമ്പടിക്കുന്നതും ഈ നരഭോജിയായ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും വരും മണിക്കൂറിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വനവകുപ്പ് പുറത്തുവിടും. ആയതിനാൽ തന്നെ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെല്ലാം നടപടികൾ വനവകുപ്പ് സ്വീകരിക്കുമെന്ന കാര്യമെല്ലാം ചോദ്യചിഹ്നമാണ്. എന്തായാലും പരിക്ക് പറ്റിയ RRT സംഘമായ ജയസൂര്യയെ ഉടനടി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലോ പ്രവേശിക്കുമെന്നാണ് ഇതുവരെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മന്ത്രി എന്തായാലും ഇതിലൊരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇത് കടുവയുടെ ആക്രമണമാണ് എന്ന് മന്ത്രി ശശീന്ദ്രൻ ഇതിലൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഉൾക്കാട്ടിൽ വെച്ചാണ് ഈ ജയസൂര്യക്ക് ആക്രമണം ഉണ്ടായത്, തെരച്ചിലിനിടയിലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജയസൂര്യയുടെ ഒപ്പം, അതായത് ഇവർ സംഘങ്ങളായിട്ടാണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ ജയസൂര്യക്കൊപ്പം മറ്റംഗങ്ങളും ഉണ്ടാകില്ലേ? ഇവർ ഈ കടുവയെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഭദ്ര 10 മിനിറ്റ് മുന്നേ ആയിരുന്നു ഇതുപോലെ മാനന്തവാടി ബേസ് ക്യാമ്പിലേക്ക് ഒരു സന്ദേശം വരുന്നത്. കൂട്ടത്തിൽപ്പെട്ട 10 അംഗ ടീമുള്ള 10 ടീമിനെ വിന്യസിച്ചുള്ള ദൗത്യ സംഘത്തിൽ അതിലൊരു പ്രധാന അംഗത്തെ, ജയസൂര്യ എന്ന് പറഞ്ഞ പ്രധാന അംഗത്തെ ഈ ആക്രമിച്ച വിവരം 10 മിനിറ്റ് മുന്നെയാണ് ഇതുപോലെ വയനാട് ബേസ് ക്യാമ്പിലേക്ക് വിവരം വരുന്നത്. ഉടനടി വനവകുപ്പ് അതിനുള്ള തുടർ നടപടികളും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കാട്ടിലേക്ക് വാഹനം അയക്കുകയും സ്ഥലത്ത് അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമെല്ലാം വയനാട്ടിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇതുവരെ ഒരു വനവകുപ്പ് ഇതിനെപ്പറ്റി സ്ഥിരീകരിച്ചിട്ടില്ല. പരിക്ക് ഏത് രീതി ഗുരുതരമാണ് അല്ലെങ്കിൽ കടുവയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും വനവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വനവകുപ്പ് ഒരു കാര്യമാണ് പ്രധാനമായും പറയുന്നത്. പഞ്ചാരക്കൊല്ലി ഭാഗത്ത് തന്നെ 1 കിലോമീറ്റർ അകലെ ഇന്ന് റഡാറിൽ പെടാത്ത കടുവയുടെ സാന്നിധ്യം ഈ 1 കിലോമീറ്റർ പരിധിയിൽ തന്നെ ഉണ്ടെന്ന വിവരമാണ് വനവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാലും വരും മണിക്കൂറിൽ ഈ ആക്രമിക്കപ്പെട്ട RRT സംഘമായ ജയസൂര്യയുടെ പരിക്കിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വനവകുപ്പ് പുറത്തുവിടും. അതുപോലെ തന്നെ ദൗത്യ സംഘം ഇനി ഏതെല്ലാം രീതിയിൽ പുരോഗമിക്കും, ധർമ്മ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കൊച്ചിയിൽ നിന്നടക്കമുള്ള സംഘങ്ങൾ വരുന്ന ധർമ്മ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അതെല്ലാം ഏതെല്ലാം രീതിയിൽ വ്യാപകമായി എന്ന കാര്യമെല്ലാം വരും മണിക്കൂറിൽ പുറത്തുവിടും. എന്തായാലും AK ശശീന്ദ്രൻ അടക്കം AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇതൊരു ആക്രമണം തന്നെയാണ്, വന്യജീവിയുടെ ഒരു കടുവയുടെ ആക്രമണം തന്നെയാണ് ഈ RRT സംഘത്തിന് നേരെ ഉണ്ടായിരുന്ന ഒരു കാര്യം വനവകുപ്പ് മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വീണ്ടും ഒരു ഇരയെ തേടി നാട്ടിലേക്ക് ഇറങ്ങിയ ഈ നരഭോജിയായ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അതെന്തായാലും വീണ്ടും ഒരു ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് വനവകുപ്പ്. അതുപോലെ തന്നെ പ്രതിഷേധം ഒരു ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ അടക്കം വയനാട് DFOക്കെതിരെ നാട്ടുകാർ തിരിഞ്ഞിരുന്നു. പ്രധാനമായും നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചത് ഇത് തന്നെയാണ്. ഈ കടുവ ഒരു നരഭോജി കടുവ തന്നെയാണ്. ഈ കടുവ പിടികൂടുന്നതിന് അപ്പുറം ഒരു വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും AK ശശീന്ദ്രൻ അടക്കമുള്ള ഉന്നതതല നേതാക്കളും മറ്റു വനവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രാദേശിക ജനപ്രതിനിധികളെല്ലാം തന്നെ ഇന്ന് ചേരുന്ന അടിയന്തര യോഗത്തിൽ പങ്കെടുക്കും. തുടർന്നായിരിക്കും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കാനുള്ള എന്തെല്ലാം നടപടികൾ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ആക്ഷൻ പ്ലാനുകൾ രൂപീകരിക്കാൻ എന്ന കാര്യമല്ല പുറത്തുവിടുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ആക്രമണം കടുവയുടെ ഭാഗത്ത് ഉണ്ടായ സാഹചര്യത്തിൽ ഇതൊരു നരഭോജി രാജേഷിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ പ്രദേശവാസി ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ്, കഴിഞ്ഞ ദിവസം ഈ രാധയെ കൊലപ്പെടുത്തിയ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മാനന്തവാടിയിലെ ജനങ്ങൾ വിമുക്തരായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തിരച്ചിൽ ഊർജിതമാക്കുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. എങ്ങനെയാണ് ഈ വിവരങ്ങൾ, അതായത് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മറ്റ് അംഗങ്ങളൊക്കെ ഈ കടുവയെ കണ്ടിരുന്നു, കടുവയുടെ ആക്രമണമാണെന്നൊരു സ്ഥിരീകരണം വരുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ ആളുകളുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കടുവയുടെ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇനി പറഞ്ഞതുപോലെ സയന്റിഫിക് ആയിട്ട് തെളിയിക്കണമെങ്കിൽ സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റുമെങ്കിൽ സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ ടൈം എടുക്കും. പക്ഷെ സോഫാർ കിട്ടിയ അറിവനുസരിച്ചിട്ട് കടുവയാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അവസ്ഥ
ഇനി നിങ്ങൾക്ക് എന്താണ് ചോദിക്കാതെ നിങ്ങളെ മുൻകൂർ ഞാനിവിടെ മറുപടി എനിക്ക് അറിയാമെന്ന് പറഞ്ഞു തരാം. ഹലോ. ശരി ജോർജ്, എനിക്ക് താങ്കളുടെ ശബ്ദത്തിൽ ഇത്തിരി പ്രശ്നം തോന്നുന്നുണ്ട്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ഞാൻ ഒന്നുകൂടി രാജേഷിലേക്ക് പോവുകയാണ്. രാജേഷ്, എന്തായാലും ഇത് കടുവയുടെ ആക്രമണം തന്നെയാണ് എന്ന് ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള ജോർജും പറയുന്നുണ്ട്. എന്തായാലും എങ്ങനെയാണ്, ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ഭദ്ര, വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഈ പരിക്ക് പറ്റിയ RRT സംഘം ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്നാൽ നാട്ടുകാർ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റൊരു അതേ കടുവയുടെ ആക്രമണം തന്നെയാണെന്ന് സ്ഥിരീകരണമാണ് ഒരു നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലെ തന്നെ വയനാട് മന്ത്രിയായ OR കേളു ഇതൊരു വന്യജീവി ആക്രമണം അല്ലെങ്കിൽ കടുവയുടെ ആക്രമണം തന്നെയാണ് ആ സ്ഥിരീകരണം കൂടി പറയുന്നുണ്ട്. എന്തായാലും വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ഇത് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ കടുവ തുടരെയുള്ള ആക്രമണത്തിൽ ഈ കടുവ ഒരു നരഭോജി കടുവ തന്നെയാണെന്നുള്ള സ്ഥിരീകരണമാണ് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാൻ തുടർ നടപടി ഭാഗമായി ഇനി ഈ വനവകുപ്പ് ഏതെല്ലാം നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യമെല്ലാം വരും മണിക്കൂറിലായിരിക്കാം പുറത്തുവന്നത്. എന്തായാലും ആക്രമണത്തിൽ പരിക്ക് പറ്റിയ RRT സംഘം ജയസൂര്യയെ മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംഘമെല്ലാം ദൗത്യ സംഘമല്ല അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമെല്ലാം സമീപ മേഖലയിൽ തന്നെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും പഞ്ചാരക്കൊല്ലി മേഖലയായ താരാട്ട് ഭാഗത്ത് എന്നൊരു പ്രദേശത്താണ് ഇതുപോലെ ഒരു കടുവയുടെ സാന്നിധ്യം വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം ചുറ്റിപ്പറ്റിയുള്ള കടുവയുടെ സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള കൊച്ചിയിൽ അടക്കമുള്ള സംഘം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വ്യാപക തെരച്ചിൽ നടത്താനായിരിക്കും ഇനി വനംവകുപ്പിന്റെ സാധ്യത. എന്തായാലും AK ശശീന്ദ്രൻ ഉത്തരവിട്ട പ്രകാരം വനംവകുപ്പ് പ്രാഥമിക പരിഗണന കടുവയെ പിടികൂടുക എന്നതിനപ്പുറം ഇനി തുടർ നടപടികൾ ഏതെല്ലാം എന്നൊരു ചോദ്യം രാജേഷിലേക്ക് വരാം. ഇപ്പോൾ ജോർജ് നേരത്തെ നമ്മോട് പ്രതികരിച്ച അദ്ദേഹം ഇപ്പോൾ ഒന്നുകൂടെ ചേരുന്നുണ്ട്. ശ്രീ ജോർജ്, എന്തായാലും ഈ RRT അംഗത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നിലവിൽ പ്രദേശവാസികളുടെയൊക്കെ ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? കാരണം ജീവൻ രക്ഷിക്കാൻ വരുന്ന അല്ലെങ്കിൽ കടുവയെ പിടിക്കാൻ വരുന്ന ആളുകൾക്ക് തന്നെ ആക്രമണം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രതികരണം? ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് അതിനെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ പിടിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിടിക്കാനും പറ്റുകയില്ല. അതപ്പോ ആ ഒരു സാഹചര്യമാണ് ജനങ്ങൾക്ക് കാണുന്നത്. കാരണം ജനങ്ങൾ അവിടെ കടുവയെ കാണുകയും ഈ വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടുവയെ കാണാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ മുന്നിൽ, ഒരു നാടിന്റെ മുമ്പിൽ പൊടിയിടുന്ന ഒരു സംവിധാനമാണ്. ഈ പരിപാടി നിർത്തി സത്യം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കടുവയെ പിടിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. പ്രശ്നങ്ങൾ വീണ്ടും നിലനിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ ശാശ്വത പ്രശ്നത്തിന് മറ്റെന്തെങ്കിലും പരിഹാരം കാണണം. അതുപോലെ പ്രദേശവാസികൾക്ക് ഈ പറഞ്ഞ പോലെ ഇറങ്ങി ധൈര്യത്തോടെ പുറത്തിറങ്ങാനുള്ള സംവിധാനം ഒരുക്കേണ്ടതും ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും ജോർജ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കടുവയെ കാണുമ്പോൾ പിടിക്കേണ്ട സാഹചര്യമായി. പക്ഷെ അവരുടെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടല്ലോ ജോർജ്. അതായത് ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്, കൂട് സ്ഥാപിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് കടുവയെ അന്വേഷിച്ച് തിരിയുന്നുണ്ട്. ഇത്തരത്തിൽ നടപടികളൊക്കെ പുരോഗമിക്കുകയല്ലേ? ജനങ്ങൾ കടുവയെ കാണുകയും ഇവർ കടുവയെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് സംശയം കൂടുന്നത്. ഇത്രയും സംവിധാനം ഉണ്ടായിട്ടും ഈ കടുവയെ ഈ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന വർഗം കടുവയെ കാണുന്നില്ല, ജനങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഈ കടുവയെ നാട്ടുകാർ കാണുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കാര്യം മനസ്സിലായില്ലേ? ശരി മനസ്സിലാകുന്നുണ്ട് താങ്കളുടെ ആ ഒരു മാനസിക വിഷമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് മാനന്തവാടിയിലെ ഓരോ ജനങ്ങളും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി തന്നെയാണ്. പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നു. തെരച്ചിലിനിടയിലാണ് RRT അംഗത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഇദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.